പതിപോലെ ഓണത്തിന്റെ വരവറിയിച്ച് അഗസ്ത്യമലയിലെ കാണിക്കാർ കവടിയാർ കൊട്ടാരത്തിലെത്തി. ഗൗരി ലക്ഷ്മിബായി, ഗൗരി പാർവതിഭായ്, ആദിത്യവർമ്മ എന്നിവർ ചേർന്ന് കോട്ടൂർ കാടുകളിൽ നിന്നെത്തിയവരെ സ്വീകരിച്ചു. മുളങ്കുറ്റികളിൽ കൊണ്ടുവന്ന തേനും മറ്റ് വനവിഭവങ്ങളും കാടിന്റെ മക്കൾ രാജകുടുംബാംഗങ്ങൾക്ക് സമ്മാനിച്ചു. കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത്. പതിവ് തെറ്റാതെ കാടും പുഴയും കടന്ന് അവരെത്തി. കൈനിറയെ നന്മയും സ്നേഹവും കലർന്ന വനവിഭവങ്ങൾ. മൃതസഞ്ജീവനികൾ പൂക്കുന്ന അഗസ്ത്യാർകൂടത്തിൽ നിന്ന് തലസ്ഥാനത്തേക്ക് പൈതൃകവും പേറിയാണ് അവർ ഇത്തവണയും എത്തിയത്. എട്ടുവീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് വനത്തിൽ അഭയം നൽകിയവരാണ് തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യാർകൂട വനമേഖലയിലെ കാണിക്കാർ. അന്നു മുതലാണ് തിരുവിതാംകൂർ രാജകുടുംബവുമായുള്ള കാണിക്കാരുടെ ബന്ധം തുടരുന്നത്. ഓണവരവറിയിച്ച് വനവിഭവങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുമായി കാണിക്കാർ രാജകുടുംബത്തെ കാണാനെത്തും. അവർക്ക് വനവിഭവങ്ങൾ സമ്മാനമായി നൽകും. കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ വനത്തിനകത്തുള്ള വനവിഭവങ്ങളാണ് കൊണ്ടുവന്ന് കൊടുക്കും. തേൻ മാത്രം കാട്ടിപ്പോയി എടുക്കുമായിരുന്നു. രാജാവിൻ്റെ കാലത്തിലും തമ്പുരാട്ടി രാജ്യകാലത്തിലും നമ്മൾ അതിനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തു. നമ്മളെ തദ്ധാരണ പിക്കാലത്തോടും ഇവിടെ ആശ്രയം കൊണ്ടുവന്നു. ഈ വർഷത്തെ ഓണക്കാലത്തിൽ നമ്മൾ കാട്ടിൽ വസിക്കുന്നതുകൊണ്ട് കാണിക്കാറെന്നാണ് പറയുന്നത്. നമ്മൾ എല്ലാ തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ ഭരണമായിരുന്ന കാലത്ത് കന്യാകുമാരിയല്ല കേരളമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തമിഴ്നാടായി. അങ്ങനെ അവർ തമിഴായിപ്പോയി. അത്രയൊരു വ്യത്യാസമേ ഉള്ളൂ. കാണിക്കാറിന് വേറെ വ്യത്യാസമൊന്നുമില്ല. എല്ലാം കാണിക്കാതെ തങ്ങളുടെ പരിഭവങ്ങളും സന്തോഷങ്ങളും രാജകുടുംബാംഗങ്ങളുമായി പങ്കുവയ്ക്കും. മടങ്ങും മുമ്പ് വനത്തിൽ നിന്ന് കൊണ്ടുവന്ന കാട്ടുവള്ളി കൊണ്ട് കൊട്ടാരമുറ്റത്തെ മരത്തിൽ ഊഞ്ഞാല് കെട്ടുന്ന പതിവുണ്ട്. അതിഥികൾക്ക് തിരിച്ച് ഓണസമ്മാനവും നൽകിയാണ് രാജകുടുംബം യാത്രയാക്കുന്നത്. ഇനി അടുത്ത ഓണത്തിന് കാണാമെന്ന് പറഞ്ഞ് അവർ തിരികെ കാട്ടിലേക്ക് മടങ്ങും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഈ ഓണത്തിന് ഗുബു നന്ദുലച്ചി മാട്ടിൽ വക്കാലക്ക ഓഫർ.